കേരളത്തിലെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് KS കാർഡ് ബാങ്ക്. അപ്പൊ RCS വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്, RBI വരുന്നുണ്ട്, നബാർഡ് വരുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഡിബഞ്ചറുമായിട്ട് KS കാർഡ് ബാങ്കിന്റെ ഡിബഞ്ചറുമായിട്ട് ഈ 4 പേരും വരുന്നുണ്ട്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് നബാർഡിൽ നിന്നും ക്ലിയറൻസ് മേടിക്കുന്നു കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു CC ബാങ്ക് എക്സാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KS കാർഡ് ബാങ്കിനെ പറ്റിയാണ് കേട്ടോ. അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള KS കാർഡ് ബാങ്ക് നോക്കാം അല്ലെ. എന്താണ് KS കാർഡ് ബാങ്ക്? KS കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെ. ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ നമുക്കറിയാം, നമ്മൾ ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നതിനെ നമ്മൾ എന്താണ് ലോങ് ടൈം ക്രെഡിറ്റ് അല്ലെ. ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്ന ബാങ്കുകളെ നമ്മൾ 2 ടയർ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലെ അപ്പെക്സ് ആണ് KS കാർഡ് ബാങ്ക് അല്ലെ. അപ്പെക്സ് KS കാർഡും പ്രൈമറി പി കാർഡും ആണ് അല്ലെ. അപ്പെക്സ് KS കാർഡ്, പ്രൈമറി എന്താ പറയുക പി കാർഡ് ബാങ്ക്. അപ്പൊ നമ്മൾ അതിന്റെ അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള KS കാർഡിനെ പറ്റിയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ KS കാർഡ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഓൺ 4/10/1956. ഓർത്ത് നോക്കുക, KS കാർഡ് ബാങ്കിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ചരിത്രം പഠിക്കാറുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം പഠിക്കുന്ന കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയാണ് ഹെഡ് ക്വാർട്ടർ ഓഫ് KS കാർഡ് ബാങ്ക്. എവിടെയാണ് KS കാർഡ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ? ട്രിവാൻഡ്രം, തിരുവനന്തപുരമാണ്. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, നാഷണൽ ലെവൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടർ 90%, എല്ലാത്തിന്റെ അല്ല, ഒരു 90% ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് നാഷണൽ ലെവൽ ന്യൂഡൽഹിയിലാണെങ്കിൽ, കേരള ലെവലിൽ അല്ലെ, കേരളത്തിലെ സംസ്ഥാനത്തിന്റെ അപ്പെക്സിൽ വരുന്നത് അതിന്റെ ഒരു 90% ട്രിവാൻഡ്രത്താണെന്ന് ഓർത്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? KS കാർഡ് ബാങ്ക് ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ അല്ലെ. KS കാർഡ് ബാങ്ക് ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. കേരളത്തിലെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ അല്ലെ, കേരളത്തിലെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് KS കാർഡ് ബാങ്ക് ആണ്. അപ്പൊ KS കാർഡ് ബാങ്ക് ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ KC ആക്ടിലെ സെക്ഷൻ 2RA അല്ലെ, സെക്ഷൻ 2 ഡെഫിനേഷൻ ആണ്. അതിലെ RA, സെക്ഷൻ 2RAയിലാണ് KS കാർഡ് ബാങ്കിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ KS കാർഡ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ KS കാർഡ് ബാങ്ക് KS കാർഡ് ബി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2RA. സെക്ഷൻ 2RAയിലാണ് KS കാർഡ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി KS കാർഡ് ബാങ്ക് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1984 ആണ്. പഠിച്ചിട്ടുണ്ട്. KS കാർഡ് ബാങ്ക് ആക്ട് പാസ്സാക്കിയ വർഷം 1984 ആണ്. ഇനി മെമ്പേഴ്സ് ആർ, പ്രധാനപ്പെട്ട മെമ്പർ ആരാണ്? പി കാർഡ് ബാങ്ക് ആണ് അല്ലെ. പി കാർഡ് ബാങ്ക്സ് അല്ലേ. നോക്കിയേ, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, പി കാർഡ് ബാങ്ക് അല്ലെ. ഒരു താലൂക്കാണ്. ഒരു പി കാർഡ് ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 താലൂക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ശരിയല്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പം എന്താണ് അവരുടെ പ്രൈമറി ലെവലിൽ വരുന്ന പി കാർഡ്. അപ്പൊ അവരാണ് നമ്മുടെ KS കാർഡിലെ മെമ്പർ എന്ന് പറയുന്നത് അല്ലെ. KS കാർഡ് ബാങ്ക് ഇസ് ദ സക്സസർ ഓഫ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് അധികം നമുക്ക് അങ്ങ് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ബേസിക് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതിന്റെ അല്ലാതെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം KS കാർഡ് ബാങ്ക് സക്സസർ ഓഫ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ KS കാർഡ് ബാങ്ക് മെയിൻറ്റൈൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെ. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓർ സിങ്കിങ് ഫണ്ട്. ഇപ്പൊ KS കാർഡ് ബാങ്ക് എന്താണ്? ഡിബഞ്ചർ റിഡീം ചെയ്യാൻ. കാരണം ഇവർ പ്രധാനമായിട്ട് ഫണ്ട് കണ്ടെത്തുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? KS കാർഡ് ബാങ്ക് പ്രധാനപ്പെട്ട എന്താ പറയുക, അവർ ഏറ്റവും കൂടുതൽ അവർ ഫണ്ട് കണ്ടെത്തുന്നത് ഡിബഞ്ചർ, കടപ്പത്രം ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവർ കീപ്പ് ചെയ്യുന്ന 2 ഫണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടും അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയും. കാരണം ഇത് തിരിച്ചു കൊടുക്കാൻ, കാലാവധി നമ്മൾ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കണ്ടേ, കടപ്പത്രത്തിന് തുക തിരിച്ചു കൊടുക്കണം. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ വേണ്ടി, പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഇവർ കളക്ട് ചെയ്യുന്ന ലോൺ കളക്ഷനിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിങ്കിങ് ഫണ്ട് ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് കളക്ട് ചെയ്യുന്ന ലോൺ കളക്ഷനിൽ നിന്നാണ്. ഓക്കെ, അവർ ആ ലോൺ കളക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുക, സെറ്റ് എ പാർട്ട് ഫ്രം ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, സെറ്റ് എ പാർട്ട് ഫ്രം അല്ലെ. ഇവിടെ നിന്നാണ് ലോൺ കളക്ഷൻ എന്ന് പ്രീവിയസ് ചോദ്യമാണ്. ഇവർ പ്രധാനപ്പെട്ട ഞാൻ KS കാർഡ് ബാങ്ക് ഫ്ലോട്ട് ഡിബഞ്ചർ ടു റേസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും അല്ലെ. എന്ന് വെച്ചാൽ KS കാർഡ് ബാങ്ക് ഫ്ലോട്ട് ഡിബഞ്ചർ ടു റേസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അവർ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഞാൻ പറയും ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ കേട്ടോ. അപ്പൊ KS കാർഡ് ബാങ്ക് എന്താണ് ഇഷ്യൂ ചെയ്യും? ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഇവര് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഓർത്തു. അപ്പൊ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി ആരാണ്? ഇപ്പം ഓർത്ത് വെക്കുക, ഈ KS കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 4 ആൾക്കാരെ പറ്റി പഠിക്കാറുണ്ട്. RCS, ഗവൺമെന്റ്, RBI, നബാർഡ് അല്ലെ. പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഓർത്ത് നോക്കുക, RCS വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്, RBI വരുന്നുണ്ട്, നബാർഡ് വരുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഡിബഞ്ചറുമായിട്ട്. KS കാർഡ് ബാങ്കിന്റെ ഡിബഞ്ചറുമായിട്ട് ഈ 4 പേരും വരുന്നുണ്ട്.
അപ്പൊ ഓരോരുത്തരും എവിടെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം പറയാണ് ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കേസ് കാർഡ് ബാങ്ക്. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. ക്ലിയർ ആയോ? ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കേസ് കാർഡ് ബാങ്ക്. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി രജിസ്ട്രാർ ആണ്. ഗ്യാരണ്ടർ ഓഫ് ഡിബഞ്ചർ GG എന്ന് പഠിച്ചാൽ മതി. ഗ്യാരണ്ടർ ഗവൺമെന്റ് ആണ്, GG എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഗ്യാരണ്ടർ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ കേസ് കാർഡ് ബാങ്ക്. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടർ അല്ല ഗ്യാരണ്ടി ആരാണ് നിൽക്കുക? ആരാണ് ഗ്യാരണ്ടി നിൽക്കുക? ഗ്യാരണ്ടർ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ കേസ് കാർഡ് ബാങ്ക് ഈസ് ഗവൺമെന്റ് എന്ന് ഓർത്തു കേട്ടോ. ഗവൺമെന്റ് ആണ് കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി നിൽക്കുക. അപ്പൊ ഗ്യാരണ്ടർ ആരാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ്. GG എന്ന് പഠിച്ചാൽ മതി. GG എന്ന് പഠിച്ചാൽ മതി. ഇനി പറയാണ്, ഇനി നമുക്ക് RBI വരുന്നുണ്ട്, നബാർഡും പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓർത്ത് നോക്കുക, ഡിബഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡിബിയർ. അല്ലെ, ലാറ്റിൻ വേർഡായ ഡിബിയറിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന പദം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ടു ഓവേ ഡെപ്റ്റ് എന്നാണ് കേട്ടോ. ഇപ്പൊ റിട്ടൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഈസ് കോൾഡ് ഡിബഞ്ചർ എന്നും പറയുന്നുണ്ട്. റിട്ടൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റിന്റെ റിട്ടൺ അക്നോളജ്മെന്റ് ആണ് ഡിബഞ്ചർ എന്ന് ഓർത്ത് വെക്കുക. അത് ലാറ്റിൻ വേർഡായ ഡിബിയറിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കേസ് കാർഡ് ബാങ്ക് എന്താണ് ഇഷ്യൂ, എങ്ങനെയാണ് വരുന്നത്? അവര് ഫണ്ട് കണ്ടെത്തുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഇവര് പ്രധാനപ്പെട്ട അവിടെ 3 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണ് ഇവർ ഇഷ്യൂ ചെയ്യുക. ഓർഡിനറി ഡിബഞ്ചേഴ്സ്, റൂറൽ ഡിബഞ്ചേഴ്സ്, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചേഴ്സ് കേട്ടോ. ഓർത്ത് വെക്കുക, ഓർഡിനറി ഡിബഞ്ചേഴ്സ്, റൂറൽ ഡിബഞ്ചേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചേഴ്സ്. 3 ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത് പറയുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മള് ട്രസ്റ്റി. ട്രസ്റ്റി ആരാണ്? ട്രസ്റ്റി RCS ആണ്. ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഗ്യാരണ്ടി ഗവൺമെന്റ് ആണ്. ഇനിയും പറയാണ് കേസ് കാർഡ് ബാങ്ക് ഷുഡ് ഒബ്റ്റൈൻ ക്ലിയറൻസ് ഫ്രം നബാർഡ് ബിഫോർ ഇഷ്യൂയിങ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് നോക്കിയാൽ കേസ് കാർഡ് ബാങ്ക് ഷുഡ് ഒബ്റ്റൈൻ ക്ലിയറൻസ് ഫ്രം നബാർഡ് ബിഫോർ ഇഷ്യൂയിങ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് നബാർഡിൽ നിന്നും ക്ലിയറൻസ് മേടിക്കണം കേട്ടോ. നബാർഡിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിയതിന് ശേഷം മാത്രമേ ഡിബഞ്ചർ, കേസ് കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 3 പേര് വന്നല്ലേ, ഗവൺമെന്റ്, ഗ്യാരണ്ടി, ട്രസ്റ്റി, RCS. ക്ലിയറൻസ് നബാർഡ്, നബാർഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടണം. ഇനി RBIന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, RBI ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നോക്കിയേ, RBI ഡിറ്റർമിൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ. ഇപ്പൊ ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ റേറ്റ് എത്ര ശതമാനത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, എന്താണ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, പലിശ ശതമാനം എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് RBI ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ നബാർഡ് അല്ലെ. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ ഫുള്ളി പർച്ചേസ് ചെയ്യുന്ന നബാർഡ് ആണെന്ന് ഓർത്ത് പോകുക. പിന്നെ ജനറൽ പബ്ലിക്, LIC ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദ സബ്സ്ക്രൈബേഴ്സ് ഓഫ് ഓർഡിനറി ഡിബഞ്ചർ. അവരുടെ ഓർഡിനറി ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് ജനറൽ പബ്ലിക്. നമുക്കല്ലേ ജനറൽ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാം, LICക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, പബ്ലിക് സെക്ടർ ബാങ്ക്സിലും ചെയ്യാൻ ഓർത്ത് പോകും. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്ന അപ്പെക്സ് അംഗമായിട്ടുള്ള ഏതാണ് കേസ് കാർഡ് ബാങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം വളരെ വിശദമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കേസ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, എന്നാണ് ആ കോഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയാൻ വരികയാണ്. നമുക്കറിയാം നമ്മുടെ 190 ഒഴിവുകളിലേക്കുള്ള CSE നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. ജൂലൈ 2 വരെ സമയമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഓൾറെഡി ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിജയിക്കണം അല്ലെ, നല്ല രീതിയിൽ പഠിക്കണം, ചിട്ടയായിട്ടുള്ള പഠനം ആവശ്യമാണ്. അപ്പോൾ ഒന്നും നോക്കണം, നമ്മുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാവരും നമ്മുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാവരും നിന്നിട്ട് പഠിക്കുക. കാരണം വിജയിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്ര നിസ്സാരമല്ല. കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, കുറച്ച് ടെക്നിക്സുകൾ യൂസ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് ഷോർട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ഒപ്പം പങ്കുചേരുക. ഓക്കെ, താങ്ക് യു.